2015-ൽ മകളെ പീഡിപ്പിച്ചെന്ന അമ്മ നൽകിയ പരാതിയെ തുടർന്ന് പിതാവ് ജോസിനെ കുണ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. മൂത്തകുട്ടി വൈദ്യപരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനാൽ നിലവിൽ കോടതിയിൽ നടക്കുന്ന ട്രയൽ നിർത്താൻ അപേക്ഷ നൽകും. പരിശോധനയിൽ ഇളയകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായില്ലെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ജോസിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. മക്കളുടെ ഭാവിയെ കരുതിയാണ് ജോസിന്റെ തനിക്കെതിരെയുള്ള ക്രൂരത സഹിച്ചത്. എന്നാൽ പുനരന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് ജോസ് പറഞ്ഞു. പോലീസിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് തൃപ്തികരമല്ല എന്നോ അല്ല തൃപ്തികരമാണെന്നോ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ എന്തെങ്കിലും പോലീസിൻ്റെ മനോവീര്യത്തെ കെടുത്തുന്നതായി പോയി കഴിഞ്ഞാൽ അത് നമുക്കൊരു നഷ്ടമായിട്ട് വരും. പോലീസ് ഇപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്തെങ്കിലും നിർണായക വിവരങ്ങൾ കിട്ടും. അതനുസരിച്ചിട്ട് പോലീസ് നടപടി മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണമെന്ന് മാത്രമാണ് എൻ്റെ ആവശ്യം. ഇപ്പോൾ മകൾ മരണപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി നൽകിയ പരാതിയെ തുടർന്നാണ് കൊല്ലം റൂറൽ SP സുരേന്ദ്രൻ ജോസ് പ്രതിയായ കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടത്. കൊട്ടാരക്കര DYSP B കൃഷ്ണകുമാറിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചതിലുള്ള കാരണം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകും. നിലവിൽ കോടതിയിൽ നടക്കുന്ന ട്രയൽ നിർത്താനും അപേക്ഷ നൽകും. റിപ്പോർട്ടർ, കൊല്ലം.